അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് മിസ്റ്റർ കാറിലെ രണ്ടാമത്തെ പാർട്ട് കാണിക്കാനായിട്ടാണ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിനകത്ത് ഈ ഒരു സൈഡിലെ കുറേ വണ്ടികൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. ക്രിസ്റ്റ, ടൊയോട്ട, ഫോർച്യൂണർ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് ബെൻസിൻ്റെ സെഡാൻ ടൈപ്പ് വണ്ടികളും റേഞ്ച് റോവർ, ലാൻഡ് റോവർ, പിന്നെ അതുപോലെ തന്നെ കിയയുടെ കാർണിവൽ ഇങ്ങനെയുള്ള വണ്ടികളൊക്കെയാണ് കാണിക്കാൻ പോകുന്നത്. ലക്ഷറി വണ്ടികൾ എടുക്കാൻ, അതായത് ഡൽഹിയിൽ നിന്ന് ലക്ഷറി വണ്ടികൾ എടുക്കാൻ ആഗ്രഹിക്കുന്നവർ, നല്ല ക്വാളിറ്റിയിലുള്ള വണ്ടികൾ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു മിസ്റ്റർ കാറിലേക്ക് വരാൻ പറ്റും. നമ്മൾ സ്ഥിരമായിട്ട് ഈ ഒരു ഷോറൂമിൽ നിന്ന് വീഡിയോ ചെയ്യുന്നതാണ്. യാതൊരു വിധത്തിലുള്ള കംപ്ലയിൻറ്റും ഇതുവരെ ഞാൻ പറഞ്ഞു കേട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നരേനയിലാണ് കേട്ടോ ഷോറൂമിൽ ലൊക്കേഷൻ വരുന്നത്. നരേന ഫ്ലൈ ഓവറിന് തൊട്ട് താഴെ തന്നെയാണ് ഈ ഒരു ഷോറൂമിൻ്റെ ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ആദ്യം പരിചയപ്പെടാൻ പോകുന്ന വാഹനം ഒരു GT സീരീസിൽ വരുന്ന BMW സെഡാൻ വാഹനമാണ്. M സ്പോർട്സ് ആണ്. 2019 മോഡലാണ്. 32,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണറാണ്. 57.70 ലാക്സ് ആണ് ഈ ഒരു കാറിന് മിസ്റ്റർ കാറിൽ ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത്. നല്ല ക്വാളിറ്റിയുള്ള ഒരു കിടിലൻ സാധനം കേട്ടോ അത്. സൺറൂഫ് കാര്യം ഒരു പനോരമിക് റൂഫ് അടക്കം വരുന്നുണ്ട്. 630D ആണ് വരുന്നത്. നല്ല അലോയ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ GT സീരീസിലുള്ള ഒരു BMW 6 GTയിൽ വരുന്ന ഒരു M സ്പോർട്സിൽ നടത്താനുള്ള ഒരു 2019 BMW സെഡാൻ വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. 57,70,000 രൂപയാണ് ചോദിക്കുന്ന റേറ്റ്. തീർച്ചയായിട്ടും ഒരു നെഗോഷ്യബിൾ റേറ്റ് തന്നെയാണത്. നമുക്കടുത്ത് മെഴ്സിഡസ് ബെൻസിൻ്റെ ഒരു C ക്ലാസ് ഉണ്ട്. C220D ആണ് ഈ കിടക്കുന്ന വാഹനം. നല്ല എൻക്വയറിയുള്ള ഒരു ഹോട്ട് വണ്ടിയാണ് ഈ ഒരു C ക്ലാസ് എന്ന് പറയുന്നത്. 2020 മോഡൽ കേട്ടോ. 30,000 കിലോമീറ്റർ മാത്രമാണ് ഓടിയിട്ടുള്ളത്. അതുപോലെ തന്നെ സിംഗിൾ ഓണറാണ്. അപ്പോൾ ഈ ഒരു 2020 മോഡലായതുകൊണ്ട് തന്നെ അത്യാവശ്യം ഒരു വിലയും ചോദിക്കുന്നുണ്ട്. 37,50,000 രൂപയാണ് ഇവിടെ ചോദിക്കുന്ന റേറ്റ്. നല്ലൊരു പനോരമിക് സൺറൂഫ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വണ്ടി നല്ല ക്വാളിറ്റിയിലുള്ളൊരു വണ്ടിയാണ്. നല്ല രീതിയിൽ മൈലേജും കിട്ടും. അതുപോലെ തന്നെ മെയിൻ്റനൻസ് കോസ്റ്റും കുറഞ്ഞൊരു വണ്ടിയാണ് ഈ ഒരു C ക്ലാസ് എന്ന് പറയുന്നത്. 2020 37,50,000 രൂപ. അടുത്തത് വീണ്ടും ഒരു മെഴ്സിഡസ് ബെൻസിൻ്റെ തന്നെ E ക്ലാസ് ആണ് ഇത്തവണ. അതും ഈ ക്ലാസ്സിനകത്ത് ഫേസ് ലിഫ്റ്റ് വരുന്നതിന് മുന്നേ ഉള്ളൊരു മോഡലാണ്. 2014 ഈ ഒരു സമയത്ത് തന്നെയാണ് ഈ ഒരു ഫേസ് ലിഫ്റ്റും വന്നിട്ടുള്ളത്. അതായത് പുതിയ ഷേപ്പിലേക്ക് ആവുന്ന സമയത്ത് ഒരു സിംഗിൾ ഹെഡ് ലാമ്പിലേക്ക് ഒതുങ്ങി. അപ്പോൾ ഏതായാലും ഈ ഒരു വാഹനം എന്ന് പറയുന്നത് 2014 മോഡൽ E250 ആണ്. 85,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. സെക്കൻഡ് ഓണറാണ്. 8,65,000 രൂപ. അതാണ് ഇതിൻ്റെ ആസ്കിങ് റേറ്റ് വരുന്നത്. സൺറൂഫൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല വലിയ റൂഫ് കാര്യങ്ങൾ, അതുപോലെ തന്നെ അത്യാവശ്യം തിരക്കേടില്ലാത്തൊരു ക്വാളിറ്റിയും വാഹനത്തിനുണ്ട്. അതായത് ഈ ഒരു ഷേപ്പ് പ്രശ്നമില്ലാത്ത ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും നോക്കാൻ പറ്റുന്നൊരു വാഹനമാണ് ഈ ക്ലാസ്സിൻ്റെ ഈ ഒരു മോഡൽ. 8,60,000 രൂപ. ഒരു നെഗോസിയേഷൻസ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ കുറച്ചും കൂടി റേറ്റ് കാര്യങ്ങൾ കുറയും. അപ്പം നല്ലൊരു വിലയ്ക്ക് എടുക്കാൻ പറ്റുന്ന ഒരു മെഴ്സിഡസ് ബെൻസിൻ്റെ അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു ക്ലാസ് തന്നെയാണ് ആ ഒരു E250 എന്ന് പറയുന്നത്. അടുത്തായിട്ട് C200 ആണ്. C200 എന്ന് പറയുന്ന സമയത്ത് പെട്രോൾ വാഹനമാണ്. 2018 മോഡലിൽ വരുന്ന വാഹനമാണ്. C200 പെട്രോൾ. 37,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. അതുപോലെ തന്നെ സിംഗിൾ ഓണറാണ്. പെട്രോൾ ആണെങ്കിലും വിലയ്ക്ക് കുറവൊന്നുമില്ല. 33,70,000 രൂപ ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നുണ്ട്. 2018 ആണ്. ഇത് അത്ര വലിയൊരു പ്രോഫിറ്റബിൾ ആണോ എന്ന് എനിക്കറിയില്ല. ഡൽഹിയിലൊക്കെ പെട്രോൾ ആയതുകൊണ്ട് തന്നെ 15 രൂപ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അത്യാവശ്യം ഒരു വിലയും പെട്രോൾ വാഹനങ്ങൾക്ക് ഇവിടെ ഉണ്ടാവാറുണ്ട്. നമുക്ക് അടുത്ത് വീണ്ടും ഒരു C200 തന്നെ ഉണ്ട്. ഇതും പെട്രോൾ തന്നെ. ഇത് ഓട്ടോമാറ്റിക് ആണ്. 2023 വണ്ടിയാട്ടോ. 1000 കിലോമീറ്റർ മാത്രമാണ് ഓടിയിട്ടുള്ളത്. സിംഗിൾ ഓണർ. 59,50,000 രൂപ. പുതിയ ഒരു C200 ഓട്ടോമാറ്റിക് പെട്രോൾ വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് നോക്കാൻ പറ്റുന്ന ഒരു കറക്റ്റ് ഒരു പീസ് വണ്ടി തന്നെയാണിത്. കാരണം ഒരു ടച്ചപ്പോ ഒരു റീപെയിൻറ്റോ കാര്യങ്ങളോ ഒരു ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു വണ്ടി. അപ്പോൾ ഏതായാലും ഇതിൻ്റെ പുതിയതിൻ്റെ വില എത്രയാണെന്നുള്ളത് എനിക്കറിയില്ല. 59.50 ആണ് ഏതായാലും ഇവിടുത്തെ ആസ്കിംഗ് റേറ്റ് വരുന്നത്. ഡൽഹിയിലത്തെ വണ്ടി തന്നെയാണ്. നമുക്കടുത്ത് വീണ്ടും ഒരു C220 ഇത് അവിടെ ഉണ്ട്. നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ അതിൻ്റെ ഒരു വേറൊരു കളറാണ്. C220D 2020 മോഡലാണ്. ആസാം രജിസ്ട്രേഷനാണ്. 15,000 കിലോമീറ്റർ മാത്രമായിട്ട് ഓടിയത്. ജസ്റ്റ് ഒരു 3-3.5 കൊല്ലം കൊണ്ട് വെറും 15,000 കിലോമീറ്റർ മാത്രമാണ് ഓടിയിട്ടുള്ളത്. 39,60,000 രൂപയാണ് ഇവിടെ ചോദിക്കുന്നത്. ഇതും സിംഗിൾ ഓണർ വാഹനം തന്നെയാണ്. അത്യാവശ്യം നല്ല ഒരു കണ്ടീഷനിൽ തന്നെയുള്ള ഒരു വണ്ടി തന്നെയാണ് ഈ ഒരു വാഹനവും. ഒന്നും പറയാനില്ല. ബോഡിയുടെ മുകളിൽ എടുത്തു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാനില്ല. ഇവിടെയുള്ള വണ്ടികൾക്കൊക്കെ ഒരു പ്രത്യേകതയാണ്. ബോഡി വൈസ് ഒക്കെ പക്ക ക്ലീൻ ആയിരിക്കും. എഞ്ചിൻ വൈസ് പിന്നെ നമ്മൾ എന്തായാലും ചെക്ക് ചെയ്തിട്ട് ഡീറ്റെയിൽ ആയിട്ട് മാത്രം നോക്കിയിട്ട് എടുക്കുക. നമ്മളിപ്പോൾ നാട്ടിലേക്ക് വാങ്ങിക്കൊണ്ട് കഴിഞ്ഞാൽ നമുക്ക് ഉടനെ തന്നെ വർക്ക്ഷോപ്പിൽ കയറ്റേണ്ട ഒരു സിറ്റുവേഷനോ കാര്യങ്ങളോ ഒന്നും വരില്ല. കാരണം നല്ല ക്വാളിറ്റി തന്നെയാണ് എല്ലാ വണ്ടികളും ഇവിടെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. നിങ്ങൾ ഈ ഒരു ഷോറൂമിൽ വന്ന ആളുകൾക്കൊക്കെ അതിനെ പറ്റിയിട്ട് എന്തായാലും മനസ്സിലാവും. അപ്പോൾ ഇത് ഡീറ്റെയിൽ കാര്യങ്ങളൊന്നുമില്ല. ചിലപ്പോൾ കൊടുത്ത വണ്ടി ആയിരിക്കാം. ഏതായാലും മെഴ്സിഡസ് ബെൻസിൻ്റെ ഒരു C ക്ലാസ് തന്നെയാണ് ഈ ഒരു വാഹനവും. ഇനി നമുക്ക് അവിടെ കുറച്ചൊരു SUV സെഗ്മെൻറ്റിലുള്ള കുറച്ച് വണ്ടികളുണ്ട്. അപ്പോൾ ഈ ആദ്യം തന്നെ നമുക്കൊരു ലാൻഡ് റോവറിൻ്റെ ഡിസ്കവറി ഇത് അവിടെ അവൈലബിൾ ആണ്. ഡിസ്കവറി 2018 മോഡലാണ്. ഡീസൽ വണ്ടിയല്ല, പെട്രോൾ വണ്ടിയാണ്. 76,000 കിലോമീറ്റർ മാത്രമാണ് ഓടിയിട്ടുള്ളത്. സെക്കൻഡ് ഓണർഷിപ്പാണ് വാഹനത്തിന്. 49,50,000 രൂപയാണ് ഈ ഒരു ഡിസ്കവറിക്ക് ഇവിടെ ചോദിക്കുന്ന വില. നല്ലൊരു കിഡിലും റെഡ് കളറിലുള്ള വാഹനമാട്ടോ അത്. ഹരിയാന രജിസ്ട്രേഷനുള്ള വണ്ടിയാണ്.
അടുത്തത് നമുക്ക് വീണ്ടും ഒരു ബി എമ്മിലേക്ക് കിടക്കാം. ബി എമ്മിൻ്റെ ഒരു X1 ആണ് ഈ കിടക്കുന്നത്. 2021 മോഡലാണ്, ഡീസൽ വണ്ടി ആട്ടത്. 32,000 കിലോമീറ്റർ മാത്രമാണ് ഈ ഒരു വാഹനം ഓടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു എസ് ഡ്രൈവ് 2.0 ഡിയിൽ വരുന്ന ഈ ഒരു വാഹനത്തിനൂടെ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് 32.50 lakhs ആണ്. സിംഗിൾ ഓണർഷിപ്പാണ്. നല്ലൊരു ബ്ലാക്ക് കളറിലുള്ള വണ്ടി. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു വാഹനത്തിനെ പറ്റിയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഷോറൂമിൽ കോൺടാക്ട് ചെയ്യാം. ഇവരെ കോൺടാക്ട് ആവശ്യമായ ഫോൺ നമ്പർ, അഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഞാൻ ഏതായാലും വീഡിയോ എടുത്ത് ഡിസ്ക്രിപ്ഷനിൽ ഏതായാലും മെൻഷൻ ചെയ്യുന്നുണ്ട്. നമുക്ക് അടുത്തതായിട്ട് ഒരു BMW X4 ഇവിടെ കിടക്കുന്നുണ്ട്. X4 M Sports ആണ്. HR26 ഹരിയാന ഗുഡ്ഗാവ് രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ്. 2019 ഡീസൽ വണ്ടിയാണ് കേട്ടോ. 18,000 കിലോമീറ്റർ മാത്രമാണ് ഓടിയിട്ടുള്ളത്. അതായത് 4.5 കൊല്ലം കൊണ്ട് വെറും 18,000 കിലോമീറ്റർ. അപ്പോൾ അത് വിശ്വസിക്കുമോ എന്താണെന്നുള്ളത് അപ്പം നമ്മൾ കേൾക്കുന്ന എല്ലാവരും വിശ്വസിക്കണമെന്നില്ല. അപ്പോൾ അതിന് നമുക്ക് അതിൻ്റെതായ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. പിന്നെ അതുപോലെ തന്നെ വണ്ടി വന്ന് ഫിസിക്കലി നോക്കുന്ന സമയത്ത് നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവും. സെക്കൻഡ് ഓണറാണ്. 49,50,000 രൂപയാണ് ഇവിടെ ചോദിക്കുന്നത്. ഈ ഒരു X4 സെഗ്മെൻറ്റ് ആവുന്ന സമയത്ത് ഇതൊരു കൂപ്പേ ഡിസൈൻ ആയിരിക്കും കേട്ടോ. അത്യാവശ്യം നല്ലൊരു ഡിമാൻഡുള്ളൊരു മോഡൽ തന്നെയാണ് ഈ ഒരു X4 കിടക്കുന്ന വണ്ടി. X4ഉം X6 ഒക്കെ ആവുന്ന സമയത്ത് ഈ പുറകെ കാണാനൊക്കെ നല്ല അടിപൊളി നല്ല ലുക്ക് ആയിരിക്കും. X3 X5 ഒക്കെ നോർമൽ പോലെ തന്നെ X4 X6 ഒക്കെ ഒരു കൂപ്പേ. നമുക്ക് അടുത്തായിട്ട് X5 അവിടെയുണ്ട്. X5 X ഡ്രൈവ് 3.0 D ആണ്. MH രജിസ്ട്രേഷൻ വണ്ടി കേട്ടോ. 2022 ആണ്. 18,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ള ഡീസൽ വണ്ടി. സെക്കൻഡ് ഓണറാണ്. 85,75,000 രൂപയാണ് ഈ ഒരു വാഹനത്തിന് ഇവിടെ ചോദിക്കുന്ന റേറ്റ്. തീർച്ചയായിട്ടും ഈ റേറ്റ് നെഗോഷ്യബിൾ റേറ്റ് ആയിരിക്കും. പുതിയ X5 ഒക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നോക്കാൻ പറ്റുന്നൊരു ഓപ്ഷൻ തന്നെയാണ് ഈ ഒരു വാഹനം എന്ന് പറയുന്നത്. കാരണം 2022 വണ്ടിയാണ്. ജസ്റ്റ് ഒരു എന്താ പറയുക, ആകെ ഒരു 18,000 കിലോമീറ്റർ ഓടിയാണ്. പക്ഷേ ആ ഒരു 18,000 കിലോമീറ്റർ ഓടിയതിൻ്റെ ഒരു ഫീലൊന്നും കാണുന്നില്ല. ഒരു സ്ക്രാച്ചോ ഒരു ഡെൻറ്റോ അങ്ങനത്തെ ഒരു ഇഷ്യൂസും ഇല്ല. പുതിയ വണ്ടി വാങ്ങുന്ന പോലെ തന്നെ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് ഈ ഒരു മോഡൽ കൂടിയ വണ്ടി. നമുക്ക് അടുത്തായിട്ട് വീണ്ടും ഒരു X5 ഇതവിടെയുണ്ട്. പക്ഷേ ഇത് 2019 മോഡലാണ്. 19 മോഡലിൽ സെക്കൻഡ് ഓണറാണ്. 38,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 45.85 lakhs ആണ് ഇവിടെ ആസ്കിംഗ് റേറ്റ് വരുന്നത്. ഏതായാലും റേറ്റ് നെഗോഷ്യബിൾ റേറ്റാണ്. 2019 X5 എടുക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നോക്കാം. ഇതിൻ്റെ ഒരു ഗ്രില്ല് കാര്യങ്ങളൊക്കെ ഒന്ന് ബ്ലാക്കിലേക്ക് മാറ്റിയിട്ടുണ്ട്. ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. 19ഉം 22ഉം തമ്മിൽ ആ ഒരു ഫ്രണ്ട് ബമ്പറൊക്കെ ആണെങ്കിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ, ആ ഫോഗ് ലാമ്പിൻ്റെ പൊസിഷനിൽ ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട്. അങ്ങനെയാണ് കുറച്ച് മൈനറായിട്ടുള്ള കുറച്ച് വ്യത്യാസങ്ങൾ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കടുത്ത് X7 ഇതവിടെയുണ്ട്. BMW X7 സിഗ്നേച്ചറാണ് എഡിഷൻ വരുന്നത്. 2020 മോഡലാണ്. 44,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. സിംഗിൾ ഓണർ ഡീസൽ വണ്ടിയാണ്. 1 കോടിക്ക് 1.5 ലക്ഷം രൂപ കുറവ്. അതായത് 98,50,000 രൂപയാണ് ഈ ഒരു ഡൽഹി രജിസ്ട്രേഷനിലുള്ള X7 മിസ്റ്റർ കാറിൽ ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് ഈ സൈഡിലൊക്കെ GLS ആയിരുന്നു, GLS 400. അപ്പോൾ ഇത്തവണ അത് മാറിയിട്ട് BMWയുടെ X7 എത്തിയിരിക്കുകയാണ്. നല്ല കിടിലൻ അലോയ് വീൽസ് കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ ഏതായാലും ഇനി നമുക്ക് 2 കിയ കാർണിവൽ കൂടിയുണ്ട്. ഇതും നമുക്ക് അത്യാവശ്യം നല്ല എൻക്വയറിയുള്ള വണ്ടിയാണ്. കേരളത്തിലെ ആളുകൾ കൂടുതലായി ചോദിക്കുന്ന വണ്ടിയാണ്. കിയ കാർണിവൽ ലിമോസിൻ എഡിഷൻ 2021 മോഡൽ ഡീസൽ. 46,000 കിലോമീറ്ററേ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ. 31.75 lakhs ആണ് ആസ്കിംഗ് റേറ്റ്. 31,75,000 രൂപയ്ക്ക് ഒരു കിയ കാർണിവൽ ഇവിടെ ഉണ്ട്. വൈറ്റ് കളർ വണ്ടിയാണ്. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. ഒരു ക്രോം അലോയ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് ആഫ്റ്റർ മാർക്കറ്റ് ചെയ്താണെന്ന് തോന്നുന്നു ഈ ഒരു ക്രോം ഫിനിഷിലേക്ക്. ഏതായാലും ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ കുറേ ആളുകൾ കണ്ടിട്ടുണ്ടാവും. ഏതായാലും വണ്ടീൻ്റെ ഉൾഭാഗം കണ്ടാലും പുതിയ വണ്ടി പോലെ തന്നെ ഉണ്ട്. എല്ലാം നല്ല പെർഫെക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പുറകത്തെ ഈ ഡോറ് തുറക്കുന്നത് ജസ്റ്റ് ഈ ബട്ടൺ പ്രസ് ചെയ്താൽ മതി. പ്രസ് ചെയ്താൽ ആശാൻ തുറന്ന് കിട്ടും. ഇത് ക്ലോസ് ചെയ്യുന്നത് നൗഫലിന് അറിയാം എങ്ങനെയാണ് ക്ലോസ് ചെയ്യാമെന്ന്. ഈ ഡോറ് ബട്ടൺ ഇവിടെ എവിടെയോ ഒരു ബട്ടൺ ഉണ്ടായിരുന്നല്ലോ, കാണുന്നില്ലല്ലോ. കുടുങ്ങിയ ഉള്ളിലും ഉണ്ടായിരുന്നു ബട്ടൺ. അപ്പോൾ ഏതായാലും ഇങ്ങനെയാണ് ഇതിൻ്റെ പരിപാടി. ഇനി നമുക്കൊരു കാർണിവൽ കൂടി ഉണ്ട് ഇവിടെ. ഇത് 2023 മോഡൽ. ഇത് ലിമോസിൻ പ്ലസ് ആട്ടോ വരുന്നത്. ബീഹാർ രജിസ്ട്രേഷനാണ്. 3,800 കിലോമീറ്റർ മാത്രമാണ് ഓടിയിട്ടുള്ളത്. സിംഗിൾ ഓണർ. 43,75,000 രൂപയാണ് ഈ ഒരു വാഹനത്തിന് ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ 2023 വണ്ടി. 2023 എനിക്കൊന്ന് പുതിയ വണ്ടി തന്നെ കേട്ടോ. ഷോറൂം വണ്ടി. 43,75,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു മിസ്റ്റർ കാറിൽ നിന്ന് എടുക്കാൻ പറ്റും. നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള, അതുപോലെ തന്നെ ബോഡി വൈസ് കാര്യങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമില്ല. സൺറൂഫ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പുതിയ വാഹനം, അതായത് ഒരു കിയ കാർണിവൽ പുതിയത് എടുക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു മിസ്റ്റർ കാറിലേക്ക് വരാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗം നോക്കുകയാണെങ്കിൽ
ലോ കിലോമീറ്ററുള്ള വണ്ടി ആയതുകൊണ്ട് തന്നെ ആ ഒരു പുതിയ വാഹനം സ്വന്തമാക്കുന്ന ആ ഒരു ഫീൽഡിൽ തന്നെ നമുക്ക് ഏതായാലും വണ്ടി എടുക്കാൻ പറ്റും. അപ്പോൾ കിയ കാർണിവലൊക്കെ നോക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നോക്കാൻ പറ്റും. 2 വണ്ടി അവൈലബിൾ ആണ്. 2023 വണ്ടി അവൈലബിൾ ആണ്. അതുപോലെ തന്നെ കുറച്ച് മോഡൽ കുറഞ്ഞ വണ്ടിയൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഏതായാലും ഈ ഒരു വീഡിയോ ഞാനവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ പോകണം. ഇനി ഒരു ഹോണ്ട സിറ്റി ഓട്ടോമാറ്റിക് പെട്രോളാണ് അവിടെ കിടക്കുന്നത്. ഏതായാലും നമുക്ക് വലിയൊരു പ്രോഫിറ്റബിൾ ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മിസ്റ്റർ കാർ ഡൽഹി നരൈനയിലാണ് ഈ ഒരു ഷോറൂമിൻ്റെ ലൊക്കേഷൻ വരുന്നത്. ഫ്ലൈ ഓവറിൻ്റെ തൊട്ട് താഴെയാണ് ഈ ഒരു ഷോറൂമിൻ്റെ ലൊക്കേഷൻ. അപ്പോൾ കോൺടാക്ട് ചെയ്യാൻ ആവശ്യമാർക്ക് വേണ്ട നമ്പർ കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഞാനിപ്പോൾ ഓരോ വാഹനത്തിന് മുകളിൽ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊന്നും പറഞ്ഞു പോകുന്നില്ല. അതിനകത്ത് വേറെ സർവീസ് ഹിസ്റ്ററി ഉണ്ടോ, എന്തെങ്കിലും റീപ്ലേസ്മെൻറ്റ് ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യാം. ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഏതായാലും പുതിയൊരു വീഡിയോയുമായിട്ട് പുതിയൊരു ഷോറൂമുമായിട്ട് ഉടൻ തന്നെ കാണാം. അതുവരെ ഇറ്റ്സ് മീ മനു. ബൈ.